എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സെക്ഷനിയുടെ നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. സോ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്തതിന് ഒരുപാട് പേര് കാണും. സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ ജാസ്ഫർ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കിടക്കുന്നതാട്ടോ കാണുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആരിസ് ആണെങ്കിൽ നമ്മുടെ ജാസ്ഫറിനെയും കെയ്ഫറിനെയും പിടിച്ചിട്ടുണ്ടായിരുന്നു. സോ ജാസ്ഫറിനോട് പറയുന്നുണ്ട് എല്ലേനെ ഇങ്ങനെ തന്നെയായിരുന്നു കെയ്ഫർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞത് ഓർത്തിട്ട് ഇവിടെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. കെയ്ഫർ ഇനി തന്നെ പറ്റിക്കുകയാണോ? എല്ലാം ഒരിക്കലും ഇല്ല, അവന് ഞാൻ അത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവൾ അവിടെ കിടക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു കെയ്ഫർ ആണെങ്കിൽ ഡാഡുമായിട്ടുള്ള ഫാമിലി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞിട്ടല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവൾ ആലോചിച്ചിരിക്കുകയാണ്. കെയ്ഫറിനാണെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ട് ആരിസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നുള്ള കാര്യം. അപ്പോൾ കെയ്ഫർ ഇവളെ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സംസാരിക്കുന്നുണ്ട്, നീ കരയാണോ, പിടിച്ചതിന് കരയാണോ? അപ്പോൾ അവൾ അങ്ങനെ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആരിസ് പിടിച്ചതുകൊണ്ടാണോ നീ കരയുന്നത്? അങ്ങനെ രീതിയിലൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. നീ അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഇനി അവൻ നമ്മളിതിൽ ഇടപെടുകയാണെങ്കിൽ നല്ല കിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കും, ഫൈറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇവനോട് ഇവളിത് സംസാരിക്കുകയാണെങ്കിൽ കൂടെ അവൾ മനസ്സിലാ കാര്യങ്ങളൊക്കെ ഓടിപ്പോവുമായിരുന്നു കേട്ടോ. കെയ്ഫറാണെങ്കിൽ പറയുന്നുണ്ട് അവളോടുള്ള ഒരു ഇഷ്ടം ഫാമിലിയുടെ മുന്നിൽ വെച്ചിട്ട് എല്ലാം ഓപ്പണായിട്ട് തുറന്ന് പറയാൻ അവന് പറ്റും എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അവൻ അവളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ യൂണിവേഴ്സിൻ്റെ ബേസിലാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഫിസിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് തീരെ എൻഡ് ചെയ്യാത്തൊരു സംഭവമാണ്. അത്രമാത്രം ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ് അവൻ്റെ പ്രണയം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ജാസ്പർ ആണെങ്കിൽ ഈ ആരിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു ഇതിലാണല്ലോ. അപ്പോൾ അവൻ ഐ ലവ് യു പറയുമ്പോൾ അവൾ തിരിച്ച് ഐ ലവ് യു ടു എന്ന് പറയുന്നില്ല, അവൾ വേറെ രീതിയിൽ എന്തൊക്കെയോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇതിന് പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ അല്ല, ഐ ലവ് യു ടു എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആ രീതിയിലാണ് എക്സ്പെക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ജാസ്പറിനെ കൊണ്ട് തന്നെ എക്സാക്ട്ലി എങ്ങനെയാണ് ലവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും നമ്മുടെ കെയ്ഫർ ഐ ലവ് യു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവർ ഈ കുറേ നേരം അങ്ങനെ പറഞ്ഞിരിക്കുന്നതായിരുന്നു കേട്ടോ. ഈ യൂണിവേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി ആണല്ലോ ലവ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ കുറേ നേരം അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവളും അവസാനം ഐ ലവ് യു വേർഡ്സ് എന്നൊക്കെ ആദ്യം പറയുന്നുണ്ടായിരുന്നു. ഐ ലവ് എന്ന് പറയുമ്പോഴായിരുന്നു പെട്ടെന്ന് ഒരാൾ അവിടെ നിന്ന് പൊങ്ങി വരുന്നുണ്ടായിരുന്നത്. വേറെ ആരുമല്ല, സിയാനാണ്. സിയാൻ അവിടെ താഴെ കിടക്കുന്നുണ്ടായിരുന്നില്ല. എന്നുള്ള രീതിയിലാണ് പൊന്തി വരുന്നത്. കാരണം അവനോടാണ് പറഞ്ഞത്, അവന് കാര്യങ്ങൾ അറിയാം, മാർക്കിനോടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് അറിയാം. പക്ഷെ അവൻ പറയുന്നത് ഐ നോ ഐ എം ഹാൻഡ്സം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. കാരണം സിയാനോട് ഐ ലവ് യു എന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടാന്നുള്ള രീതിയിൽ അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചെറിയ അല്ലറ ചില്ലറ വഴക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഫണ്ണി ആയിട്ട് തന്നെ. കൂടാതെ അവൻ പറയുന്നുണ്ട് അവൻ ഇവിടുന്ന് പോവുക എന്നുള്ള കാര്യം. ഇപ്പോൾ നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഇവിടുന്ന് പോകുന്നുള്ള കാര്യം പറയുന്നുണ്ട്. ജാസ്പർ നേട്ടി പോവുകയാണോ, നീ എന്നെ വിട്ട് പോവുകയാണോ, ഇവിടുന്ന് പോവുകയാണോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഒരു കൗണ്ട്ഡൗൺ റെഡി ആയിട്ടുണ്ട്, സോ അങ്ങോട്ട് ഇവന് ട്രാൻസ്ഫോം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവളൊരു വിഷമത്തോട് കൂടിയാണെങ്കിലും ഓക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണെങ്കിൽ ഇവളാണെങ്കിൽ കെയ്ഫർ യൂറി ഇവർ തമ്മിലുള്ള ആ ഒരു ഇതിനെക്കുറിച്ചിട്ടൊക്കെ അവരൊന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. ആരെ ചൂസ് ചെയ്യണം, നമ്മൾ യൂറിനെ ഒന്ന് പറ്റിക്കുന്ന പോലെയല്ല ഇപ്പോൾ കെയ്ഫറിനോട് ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സിയാൻ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഇപ്പം പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കാതെ അവൾ എന്തോ ആലോചിച്ചിരിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി രണ്ടുപേരും ആ കാര്യങ്ങളൊക്കെ ഇവർ ഉറങ്ങാന്നുള്ള രീതിയിൽ പോകുമ്പോഴാണെങ്കിൽ അത് ആലോചിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ജെ ആണെങ്കിൽ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു, ജെ എന്തായാലും യൂറിനോട് ഈ കാര്യങ്ങളൊക്കെ പറയും, അവനൊരു ഫൂളാക്കാൻ അവൾക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോട് കൂടിയാണ് അവൾ കിടന്നിട്ടുണ്ടായിരുന്നത്. പിറ്റേന്ന് അവർ ക്ലാസ്സിന് പോകാൻ വേണ്ടി റെഡിയായി വരിക കേട്ടോ. ഓരോ കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു. ഐ ലവ് യു ഹാൻഡ്സം ആ രീതിയിലുള്ള ടോക്കും കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് വരികയായിരുന്നു. അപ്പോഴായിരുന്നു ഇവർ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് ജെ ടാഗ് എടുത്തിട്ടില്ല, ഐഡൻറ്റിറ്റി കാർഡ് എടുത്തിട്ടില്ല സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത്. സോ അവളത് എടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോഴായിരുന്നു ആരിസ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ആരിസ് അവളെ നല്ല രീതിയിൽ കുത്തിയിട്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ട്. അവൾ നല്ല ബ്യൂട്ടിഫുൾ ആണല്ലോ, സോ അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. സോ പിന്നീട് ആരിസ് പറയുന്നുണ്ട് നീ യൂറിയെ മാരി ചെയ്യാൻ പോവുകയാണ്, ബട്ട് നിനക്ക് കെയ്ഫറിനോട് ഒരു ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. അവൾ ഭയങ്കര ചെറുതായിട്ടൊരു മോശക്കാരിയാണെന്നുള്ള രീതിയിൽ സംസാരിച്ച് കുത്തിയിട്ടാണ് പോകുന്നത്. കാരണം യൂറിനായിട്ട് മാരി ചെയ്യാൻ പോകുന്നു, കെയ്ഫറിനായിട്ട് ലവ് ചെയ്യുന്നു, ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവൾ നല്ല രീതിയിൽ ഹേർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിച്ചു. കാരണം യൂറിനെ ഇവൾ പറ്റിക്കുകയാണല്ലോ, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇവൾ നല്ല ടെൻസ്ഡ് ആയിട്ടായിരുന്നു സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ കാണിക്കുന്നത് സ്കൂളിലേക്ക് പോയ ജെ ആണ്. ജെ ആണെങ്കിൽ സ്കൂളിലേക്ക് വന്നപ്പോൾ തന്നെ യൂറിനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ യൂറി ആണെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്ന് അവൻ വരില്ല, അവന് പനിയാന്നുള്ള കാര്യങ്ങളൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. നീ നല്ല രീതിയിൽ സെൽഫ് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ അവളെ കാര്യം അവളെന്നെ നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ ആകെ പ്രാന്ത് പിടിച്ച രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം അവൾ യൂറിനോടൊന്ന് സംസാരിച്ച് എല്ലാ കാര്യം സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ എന്നുള്ള തന്നെ തീരുമാനവും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ഒരു ഇതിൽ അവൾ പ്രാന്ത് പിടിച്ച് മുടിയൊക്കെ ഇങ്ങനെ ചിക്കി പരത്തി നിൽക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു നമ്മുടെ കെയ്ഫർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കെയ്ഫർ ചോദിക്കുന്നുണ്ട് വാട്ട്സ് റോങ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നത്തിങ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സിയാൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് റാഗിയുടെ ഒപ്പം പോയി ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംസാരിച്ച് വരുമ്പോഴാണ് അവൾ പറയുന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ യൂറിനോട് പറയണം, താൻ അവൻ
അവനെ പറ്റിക്കുന്ന പോലെ ഭയങ്കര ഗിൽറ്റി ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ കെയ്ഫറും പറയുന്നുണ്ടായിരുന്നു എനിക്കും അതുണ്ട്, കാരണം ഞങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുന്നത് എപ്പോൾ സ്നേഹിക്കുന്നത് ഒരേ ഗേളിനെ, മുന്നേ എല്ലയാണ് പ്രേമിച്ചത്, ഇപ്പോൾ ജെ ആണെങ്കിൽ കൂടെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് യൂറിയുടെ വീടാട്ടോ. യൂറിനെ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ജെ യൂറിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ സെർവൻ്റാണ് അവൾ ആ റൂമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇവനാണെങ്കിൽ ആ മറ്റേ ടാർഗറ്റിംഗ് ബോർഡിൽ ആ ഒരു അമ്പ് എറിയില്ല കയ്യിട്ട് ആ സംഭവം ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പേരെന്ന് കറക്റ്റ് അറിയില്ല. ജെ ആണെങ്കിൽ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാന്നുള്ള രീതിയിൽ വന്നതായിരുന്നു. ഇവനാണെങ്കിൽ ജെനെ കണ്ടതിന് ഒരു ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ കൂടെ അവൾ എന്തെങ്കിലും കാര്യം പറയാൻ വരിക എന്നുള്ള ആ ഒരു ബോധ്യം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. സോ അവൾ പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാണ്ട്, ഞാൻ നിന്നെ നല്ലോണം ഹേർട്ട് ചെയ്യുന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് അവൾ സോറി ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നിന്നെ ഹേർട്ട് ചെയ്തതിന് സോറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്താന്നുള്ള രീതിയിലൊക്കെ അവന് അറിയാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട്. കാരണം ഇവന് ഇവളെ നല്ല രീതിയിൽ ഇഷ്ടമാണ്. സോ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ടായിരുന്നു. കെയ്ഫറിനെ കുറിച്ചിട്ടാണ്, താനും കെയ്ഫറും തമ്മിൽ റിലേഷൻ എന്നുള്ള കാര്യങ്ങളും ഇഷ്ടം ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു നീ എല്ലെ പോലെയാണ്, കാരണം എല്ലെ ഇങ്ങനെ തന്നെയായിരുന്നല്ലോ, ഇവർ രണ്ടുപേരും എല്ലേനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവസാനം എല്ലെ ചൂസ് ചെയ്തത് കെയ്ഫറിനെയാണല്ലോ, യൂറിയെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു വിഷമം അവൻ പറയുന്നുണ്ടായിരുന്നു. കൂടാതെ അവൻ പറയുന്നുണ്ടായിരുന്നു അവനൊരു സ്റ്റുപ്പിഡല്ല, കാരണം ന്യൂ ഇയറിന് സംഭവിച്ച കാര്യങ്ങളടക്കം അവൻ എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കെയ്ഫറാണെങ്കിൽ ഭയങ്കര ഇമോഷണലായിട്ട് യൂറി എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ കൂടെ അവളോട് അവൻ അവിടെ പറയുന്നത്. അവൻ പറയുന്നുണ്ട് ഇതിനൊരു അവസാനം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ മാരേജ് ചെയ്യും എന്നുള്ള കാര്യം അവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു. കാരണം എല്ലാം അവൻ വിട്ട് കളയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കെയ്ഫറിന് വേണ്ടിയിട്ട്. പക്ഷേ ജെ അവൻ നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ പ്രണയിക്കുന്നതുകൊണ്ട് തന്നെ സോ അവളെ വിട്ട് കളയാൻ അവന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവൻ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അവളെ മാരേജ് ചെയ്യും, ഇതിനൊരു എൻഡ് ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കെയ്ഫറിനെയും ജെയാണ്. ഇവർ തമ്മിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ജെ ആണെങ്കിൽ നല്ല കരയുന്നുണ്ട്, അവൾക്കാണെങ്കിൽ നല്ല വിഷമം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കെയ്ഫർ ആണെങ്കിൽ അവളുടെ മുഖം ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ അടുത്തേക്ക് വരുന്നുണ്ട്, ഒരു കിസ് ചെയ്യാന്നുള്ള രീതിയിൽ. അങ്ങനെ കിസ് ചെയ്യാൻ വന്നിട്ട് ഒരു ചെറിയ കിസ് നടക്കുന്നുണ്ട്. എന്നാലും കൂടെ അവൻ നല്ല രീതിയിൽ ഫണ്ണായിട്ട് അവിടെ പെരുമാറുന്നുണ്ട്. ജെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ മൂക്കുന്നാണെങ്കിൽ മൂക്ക് നല്ലോണം ഒലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ കിസ് ചെയ്യുമ്പോൾ ആ മൂക്കിലൊലിപ്പും കാര്യങ്ങളൊക്കെ അവന് പറ്റിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അതൊക്കെ അവൻ തുടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേറൊരു കാര്യം അതിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം വേറൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. കെയ്ഫർ ആണെങ്കിൽ പേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പേഴ്സി ആണെങ്കിൽ കോൾ അറ്റൻഡും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ജെക്ക് കേൾപ്പിച്ച് കൊടുക്കുക കേട്ടോ. കോളിങ്ങിൽ പേഴ്സി ആയിരുന്നു നമ്മുടെ കെയ്ഫറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കെയ്ഫറിന് ആരാന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പേഴ്സി ആണെങ്കിൽ നല്ല അഹങ്കാരത്തിൽ ഇങ്ങനെ ഹാൻഡ്സം വോയിസും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മനസ്സിലായി എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കെയ്ഫർ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് മരിയാനോടാണ് സംസാരിക്കാനുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. കാരണം അവൻ്റെ ഡാഡിയോടാണ് സംസാരിക്കാനുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പേഴ്സി പറയുന്നുണ്ടായിരുന്നത് മിസ്റ്റർ മരിയാനോ ആണ്, സോ ഞങ്ങൾ ഉടനെ തന്നെ നമ്മുടെ ജെയുടെ അടുത്തേക്ക് വന്ന് അവളെ തിരിച്ച് കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജെയുടെ നീ കിட்ட അന്തം വിട്ട് നിൽക്കുകയാണ്, കാരണം അവളെ തിരിച്ച് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് ജെനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നപ്പോൾ തന്നെ അവർ കാണുന്നത് ഏഞ്ചലോ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഏഞ്ചലോടെ പെടുന്നുള്ള രീതിയിൽ അവർ കുറച്ച് നേരം ഒളിഞ്ഞിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ ഇറങ്ങിയപ്പോൾ തന്നെ കാണുന്നത് ആരിസിനെ കേട്ടോ. ഇവളാണെങ്കിൽ ആരിസിനെ കണ്ടിട്ട് ആകെ നെട്ടി, കാരണം ആരിസ് ഒരു വട്ടം പിടിച്ചതാണല്ലോ. അപ്പോൾ ആരിസ് അവളെ കൈ വിളിച്ച് വലിക്കുന്നുണ്ട്, നമ്മുടെ കെയ്ഫറും വലിക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ കെയ്ഫർ തിരിച്ച് വലിച്ചിട്ട് കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വീണ്ടും യൂണിവേഴ്സിനെ വെച്ചിട്ട് ഐ ലവ് യു എക്സാമ്പിൾ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആരിസ് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ജെക്ക് ആണെങ്കിൽ ആരിസ് ഒന്നാമത് പിടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഐ ലവ് യു പറഞ്ഞിട്ട് അവൾ തിരിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് സിയാനെ വീട്ടിൽ നിന്ന് പോകാൻ നിൽക്കാട്ടോ. സോ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തേക്കിനിടയിൽ ഇവർ എപ്പോഴും കീരുമ്പോൾ ഇങ്ങനെ പരസ്പരം ഫണ്ണി ആയിട്ട് തല്ലു പിടിച്ചിട്ടാണെങ്കിൽ ഇറങ്ങി വരാറ്. സോ ആ പെട്ടി നേരെ താഴേക്ക് ഉരുണ്ട് വീണിട്ട് നമ്മുടെ ആരിസിൻ്റെ പുറത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. സോ ജാസ്പർ സോറി പറയുന്നുണ്ട്, നിൻ്റെ എൻ്റെ മിസ്റ്റേക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഏഞ്ചലോയും സിയാനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. സോ അവർ കൊണ്ടുവിട്ട് വരുമ്പോൾ തന്നെ ഒരുപാട് നേരം നമ്മുടെ ഏഞ്ചലോയും അതുപോലെ തന്നെ ജെയും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ ഒരു പിസയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ അവിടെ നല്ല രീതിയിൽ താങ്ക്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് സിയാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏഞ്ചലോ വന്നില്ല എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ താങ്ക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു ഒരു പുതിയ വ്യക്തിനെ അവിടെ കണ്ടിട്ട്, പുതിയ വ്യക്തിയല്ല സീസൺ 1 കണ്ടവർക്കറിയാം, മിസ്റ്റർ ടൈഗറിനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. ഈ ടൈഗറിനാണെങ്കിൽ ഏഞ്ചലോനെ അറിയാം, അവരെ കുറേ ബാച്ചിൽ പഠിച്ചവരായതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ അറിയാം കേട്ടോ. അപ്പോൾ ഈ ഏഞ്ചലോൻ്റെ മുന്നിൽ വെച്ചിട്ടായിരുന്നു ടൈഗർ നമ്മുടെ ജെയെ സംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവ വിചാരിച്ചു ഇങ്ങനെ ജെക്ക് അറിയാമെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഏകദേശം പറയുന്നുണ്ടായിരുന്നു, കിങ്സ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഒരു പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇവർ വിചാരിച്ചു ഇവളെങ്ങനെ ഇന്നോട് പെർമിഷൻ മേടിക്കാതെ അവിടെ എത്ര ധൈര്യം ഉണ്ട് വെക്കുന്നുള്ള രീതിയിലൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ ടൈഗർ അവളെ നോക്കി പറഞ്ഞു സോ ക്യൂട്ട്, അവൻ ഉദ്ദേശിച്ചത് പിസയാണ്, പിസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സോപ്പ് ഇടായിരുന്നു. പിന്നീട് അവരുടെ ടീമിലത്തെ ആൽവിൻ പറഞ്ഞ ആളും വന്നിട്ടുണ്ടായിരുന്നു. അവനെയും ജെക്ക് അറിയട്ടെ, അവർ വീണ്ടും കമ്മിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ കൂടെ ഏഞ്ചലോ കണ്ട് നിൽക്കുകയാണ്. ടൈഗർ ആണെങ്കിൽ ലുക്കൊക്കെ മൊത്തത്തിൽ മാറ്റിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് മോഡേൺ ആണെന്ന് അവന് തോന്നുന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ആൽവിനൊക്കെ പറഞ്ഞിട്ട് എന്താണ് നിന്നെ മനസ്സിലാവുന്നില്ല, ഭയങ്കര ബോറായിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ ഏഞ്ചലോട് ചോദിച്ചപ്പോൾ ഏഞ്ചലോ പറഞ്ഞു വെരി വെരി ബോറാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്, ഭയങ്കര അഗ്ലി
എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ടൈഗർ ആണെങ്കിൽ താൻ ഹാൻസം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഏഞ്ചൽ ആണെങ്കിൽ അവരൊക്കെ പോയതിനു ശേഷം നമ്മുടെ ജാസ്പറിനോട് ജേജനോട് നല്ല രീതിയിൽ ചൂടായി സംസാരിക്കുന്നു. എനിക്ക് എന്ത് ധൈര്യം ഉണ്ട് കിങ്സ് ഗ്രൗണ്ടിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്, എന്നോട് ഒരു പെർമിഷൻ പോലും ചോദിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു നമ്മുടെ ഏഞ്ചലൊക്കെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. എടുത്തിട്ട് ഏഞ്ചൽ നല്ല നെട്ടിയിട്ടാണ് സംസാരിക്കുന്നത്, ഞങ്ങൾ വന്നുകൊണ്ടിരിക്കാന്നുള്ള ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ കാര്യം ചോദിച്ചപ്പോൾ ആരിസ് ഹോസ്പിറ്റലാണെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ജേജയുടെ കാര്യത്തിൽ തലയിട്ടിട്ട് കെയ്ഫറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണെന്നുള്ളതൊക്കെ നമുക്ക് തുടർന്നുള്ള എപ്പിസോഡിൽ കാണട്ടെ. അപ്പോൾ ഒരുപാട് പേര് ലൈക്ക് ചെയ്തതിന് കാണുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ ഇടാനും മാർക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. ദിസ് ഈസ് സൈനിങ് ഔട്ട്. ബൈ.